കേരള PSC നടത്തിയ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എന്ന എക്സാമിൻ്റെ പ്രിലിമിനറി ആൻസർ കീയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ദ ലാസ്റ്റ് ലോധി ഡൈനാസ്റ്റി റൂളർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ആൻസർ ഇബ്രാഹിം ലോധിയാണ്. അടുത്ത ചോദ്യം, സ്റ്റാമ്പ് ആക്ട് ആൻഡ് ടൗൺഷെൻഡ് ആക്ട് വെയർ റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോവിങ്. ആൻസർ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലൈമറ്റ് ടൈപ്പ് ഈസ് കോമൺ ടു സദേൺ കാലിഫോർണിയ, സെൻട്രൽ ചിലി ആൻഡ് സദേൺ ടിപ്പ് ഓഫ് ആഫ്രിക്ക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്. അടുത്തത്, ബിലോ ആർ ദ ഹൊറിസോൺസ് ഓഫ് എ മെച്യൂർ സോയിൽ പ്രൊഫൈൽ, അറേഞ്ച് ദം ഇൻ ദ പ്രോപ്പർ സീക്വൻസ് ഫ്രം സർഫസ് ടു ബെഡ് റോക്ക്. ഓപ്ഷൻസ് എ ഹൊറിസോൺ, ഒ ഹൊറിസോൺ, ബി ഹൊറിസോൺ, ഇ ഹൊറിസോൺ, സി ഹൊറിസോൺ ആൻഡ് ആർ ഹൊറിസോൺ. അപ്പോൾ ആൻസർ വന്ന ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരവായിട്ട് വരുന്നത്. രണ്ടാമത്തേത് ഓ ഹൊറിസോൺ ആണ് ആദ്യം വരുന്നത്, അത് കഴിഞ്ഞ് വരുന്നത് എ ഹൊറിസോൺ, പിന്നീട് വരുന്നത് നാലാമത്തെ ഓപ്ഷൻ ഇ ഹൊറിസോൺ, അത് കഴിഞ്ഞ് വരുന്നത് ബി ഹൊറിസോൺ, അത് കഴിഞ്ഞ് വരുന്നത് സി ഹൊറിസോൺ, ഏറ്റവും അവസാനം വരുന്നത് ആർ ഹൊറിസോൺ. അടുത്ത ചോദ്യം, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ. നാഷണൽ ഇൻകം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഈക്വൽ ടു NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഈക്വൽ ടു NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. അടുത്ത ചോദ്യം, എമംഗ് ദ ഫോളോയിങ് വിച്ച് വാസ് എ സെൻട്രൽ ഒബ്ജക്റ്റീവ് ഓഫ് ദി 12th 5-year പ്ലാൻ. 12th 5-year പ്ലാനിൻ്റെ സെൻട്രൽ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നത്. അടുത്ത ചോദ്യം, ഹൂ സെർവ്ഡ് ആസ് ദ ചീഫ് ഗസ്റ്റ് അറ്റ് ദി റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ഇൻ ഇന്ത്യ ഇൻ 2025. ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രബോവോ സുബിയാൻറ്റോ. പ്രബോവോ സുബിയാൻറ്റോയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ 1, സെക്ഷൻ 2131 ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 allowed a federal court to give advisory opinion to the Governor General. 2, Supreme Court has advisory jurisdiction on matters referred by the President under the Article 143 of the Constitution. അടുത്തത് മൂന്നാമത്തത്, റൂളിംഗ് ഓഫ് ദ സുപ്രീം കോർട്ട് ഈസ് അഡ്വൈസറി ആൻഡ് പ്രസിഡൻറ്റ് ഹാസ് ദി ഓപ്ഷൻ ടു ഫോളോ ഓർ നോട്ട് ഫോളോ ഇറ്റ്. ഓപ്ഷൻ 4, സുപ്രീം കോർട്ട് മേ ചൂസ് ടു ഓഫർ ഓർ റിഫ്യൂസ് ഇറ്റ് ഒപ്പീനിയൻ ടു ദ പ്രസിഡൻറ്റ് ഓൺ ഡിസ്പ്യൂട്ട് അറൈസിംഗ് ഫ്രം പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റീസ്, എഗ്രിമെൻറ്റ് ഓർ കവനൻസ്. അപ്പം ഇതിൽ നിന്നും സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൺ ബിലോ എന്നാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ളത് മാത്രം തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ശരിയായിട്ടുള്ള ഓപ്ഷൻ 1, 2, 3 ഓപ്ഷൻ 1, 2 ആൻഡ് 3 ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? സെക്ഷൻ 2131 ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 allowed the federal court to give advisory opinion to the Governor General. Supreme Court has advisory jurisdiction on matters referred by the President under the Article 143 of the Constitution. And the ruling of the Supreme Court is advisory and the President has the option to follow or unfollow it. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ഡിക്ലറേഷൻ ഓഫ് നാഷണൽ എമർജൻസി ഇൻ ഇന്ത്യ. നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള റിലേറ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം.
ഫണ്ടമെൻ്റൽ റൈറ്റ് പ്രൊവൈഡഡ് ഇൻ ദ ആർട്ടിക്കിൾ 19 ആർ ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ്. അടുത്തത് ആർട്ടിക്കിൾ 358 അഡ്രസ്സസ് ദി സസ്പെൻഷൻ ഓഫ് ദി ആർട്ടിക്കിൾ 19 while article 359 pertain to the suspension of other fundamental right. Article 20 and 21 right to life and personal liberty cannot be suspended. Other right may be suspended by the president through a separate order issued to the act. ഇപ്പം ഇതിൽ നിന്നും ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദം ആർ ദി കറക്റ്റ് ആൻസേഴ്സ് എന്നാണ് വരുന്നത്. നാഷണൽ എമർജൻസിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് ആർട്ടിക്കിൾ 19 പ്രകാരം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 358 എന്ന് പറയുന്നത് സസ്പെൻഷൻ ഓഫ് ആർട്ടിക്കിൾ 19 ആൻഡ് വൈൽ 359 പെർട്ടൈൻ ദ സസ്പെൻഷൻ ഓഫ് അതർ ഫണ്ടമെൻ്റൽ റൈറ്റ്. എല്ലാത്തരം ഫണ്ടമെൻ്റൽ റൈറ്റുകളും സസ്പെൻഷൻ ചെയ്യും. ആർട്ടിക്കിൾ 20 ആൻഡ് 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി കാനോട്ട് ബി സസ്പെൻഡഡ്. അത് സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. അതർ റൈറ്റ് മേ ബി സസ്പെൻഡഡ് ബൈ ദി പ്രസിഡന്റ് ത്രൂ എ സെപ്പറേറ്റ് ഓർഡർ ഇഷ്യൂഡ് ടു ദാറ്റ് എഫക്റ്റ്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദം ആർ കറക്റ്റ്. അടുത്ത ഹൂ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് ഓൾ ഇന്ത്യ സർവീസസ്. ഓൾ ഇന്ത്യ സർവീസിൻ്റെ ഫാദർ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. നെക്സ്റ്റ് വൺ, ദ ഫോളോയിങ് ആർ ദ ടൈറ്റിൽസ് ഓഫ് ദി 4 മേജർ നോവൽ റിട്ടൺ ബൈ ദ M.T. വാസുദേവൻ നായർ വിത്തിൻ ദ നെയിം ഓഫ് ദ സെൻട്രൽ ക്യാരക്ടർ നോട്ടഡ് അഗെയിൻസ്റ്റ് ഈച്ച് ഐഡൻറ്റിഫൈ ദി റോങ്ലി പെയർഡ് വൺ എമംഗ് ദീസ്. തന്നിരിക്കുന്നതിൽ റോങ്ലി പെയർഡ് ഏതാണ്? രണ്ടാം ഊഴം ഭീമ ശരിയാണ്. ഭീമ ശരിയാണ്. അസുരവിത്ത് ഗോവിന്ദൻകുട്ടി ശരിയാണ്. 4 കെട്ട് കുഞ്ഞുണ്ണി തെറ്റാണ്. കാലം സേതു ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? 4 കെട്ട്. ശരി ഉത്തരം വരുന്നത് ശരി ഉത്തരമായിട്ട് വരുന്നത് 4 കെട്ട്. 4 കെട്ടാണ് ശരി ഉത്തരമായിട്ട് ഇവിടെ വരുന്നത്. അടുത്തത് ആൻസർ, ഗുഗേഷ് ദൊമ്മരാജു became the FIDE World Chess Champion in 2024 by defeating which of the following players. തന്നിരിക്കുന്നതിൽ ആരെയാണ് ഗുഗേഷ് ഡിഫീറ്റ് ചെയ്തത്? ഡിങ് ലിറണയാണ്. ശരി ഉത്തരം ഡിങ് ലിറണ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫംഗ്ഷൻ ഈസ് നോട്ട് കറക്റ്റ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് നോട്ട് കറക്റ്റ് ആയിട്ടുള്ള ഏതാണ്? പ്രോസസ് മാനേജ്മെൻറ്റ് ഇൻ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡ് ഷെഡ്യൂളിംഗ്, എക്സിക്യൂഷൻ ആൻഡ് ടെർമിനേഷൻ ഓഫ് പ്രോസസ്. അടുത്ത, മെമ്മറി മാനേജ്മെൻറ്റ് എൻഷുവേഴ്സ് ഒപ്റ്റിമൽ അലോക്കേഷൻ ആൻഡ് ഡീഅലോക്കേഷൻ ഓഫ് റാം ടു റണ്ണിംഗ് പ്രോസസ്സസ്. അടുത്തത്, ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ടു ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഇൻ ടു മെഷീൻ കോഡ്. ഡി, ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദി ഹാർഡ്വെയർ. അപ്പോൾ ആൻസർ നോട്ട് കറക്റ്റ് എന്താണ്? ഓപ്ഷൻ സി ആണ്. പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ടു ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ ഇൻ ടു മെഷീൻ കോഡ്. അത് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ദി സെർച്ച് എൻജിൻ. ഇതിൽ സെർച്ച് എൻജിൻ അല്ലാത്ത ഏതാണ്? സെർച്ച് എൻജിൻ അല്ലാത്തതായിട്ട് വരുന്നത് മോസില്ല ഫയർഫോക്സ്. മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് ഒരു ബ്രൗസറാണ്. ഗൂഗിളും ബിങ്ങും യാഹുവും ഒക്കെ സെർച്ച് എൻജിൻസിന് എക്സാമ്പിളാണ്. വിച്ച് ഓഫ് ദ സാറ്റലൈറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ISRO ടു സപ്പോർട്ട് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് സർവീസസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. GSAT-24 ആണ് ശരി ഉത്തരം. GSAT-24. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സിംഗുലർ നൗൺ ഇൻ ദ ബിലോ സെൻറ്റൻസ്. ചൈൽഡ് പ്ലേസ് ഇൻ ദി പാർക്ക് എവരി ഈവനിങ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ചൈൽഡ്. നെക്സ്റ്റ് വൺ, ചൂസ് എ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ഗൂസ്. ഗൂസിൻ്റെ ഏതാണ് പ്ലൂറൽ ഫോം എന്ന് പറയുന്നത്? ഗീസാണ്. ഗൂസ്, ഗീസ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി ഓക്സിലറി വെർബ്. തന്നിരിക്കുന്നതിൽ ഓക്സിലറി വെർബിൻ്റെ എക്സാമ്പിളാണ് വിൽ. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇൻ ദ സെൻറ്റൻസ്. തന്നിരിക്കുന്നതിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഏതാണ്? ഹി ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ ഐ അറൈവ്ഡ്. നെക്സ്റ്റ് വൺ,
വിച്ച് സെൻറ്റൻസ് കറക്റ്റ്ലി യൂസസ് ദി പൊസസീവ് നോൺ? തന്നിരിക്കുന്നതിൽ പൊസസീവ് നോണിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം. ദിസ് ബുക്ക് ഈസ് മൈൻ, ദ ക്യാറ്റ് ലിക്കിറ്റ് ടെയിൽ, ഹിയർ ഈസ് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്, ബോത്ത് എ ആൻഡ് സി. ആൻസർ ബോത്ത് എ ആൻഡ് സി ആണ്. ഫൈൻഡ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ആയിട്ടുള്ള ഏതാണ്? അക്കോമഡേറ്റ് എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഐഡൻറ്റിഫൈ ദ കൗണ്ടബിൾ നൗൺ ഫ്രം ദി ലിസ്റ്റ്. തന്നിരിക്കുന്നതിൽ കൗണ്ടബിൾ നൗൺ എന്താണ്? ചെയറാണ്. നെക്സ്റ്റ് വൺ, ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് റിപ്പോർട്ടഡ് സ്പീച്ച്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹീ സെഡ് ദാറ്റ് ഹി വാസ് റീഡിങ് എ ബുക്ക്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ കറക്റ്റ് സെൻറ്റൻസ് ഇൻ ദി ആക്റ്റീവ് വോയിസ്. തന്നിരിക്കുന്നതിൽ ആക്റ്റീവ് വോയിസിൽ ശരിയായിട്ടുള്ളത് ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ ലെസൺ എന്നുള്ളതാണ്. അടുത്ത, ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഫയർമാൻ വെയർ ഏബിൾ ടു ഡാഷ് ദ ഫയർ ബിഫോർ ഐ സ്പ്രെഡ്. ആൻസർ പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ് എന്നാണ് അർത്ഥം. വിച്ച് സെൻറ്റൻസ് കണ്ടെയ്ൻസ് ആൻ അഡ്ജക്റ്റീവ്. തന്നിരിക്കുന്നതിൽ അഡ്ജക്റ്റീവ്, അതായത് നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദ ടോൾ ബിൽഡിംഗ് ഈസ് വിസിബിൾ ഫ്രം ഹിയർ എന്നാണ് ശരി ഉത്തരം. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ ഇറഗുലർ വെർബ് ഫ്രം ദി ഓപ്ഷൻസ്. തന്നിരിക്കുന്നതിൽ ഇറഗുലർ വെർബായിട്ട് വരുന്ന അതാണ് ലാഫാണ് ഇറഗുലർ വെർബ്. നെക്സ്റ്റ് വൺ, ചൂസ് എ കറക്റ്റ് സെൻറ്റൻസ് യൂസിങ് എ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ്, കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ഫ്രഞ്ച്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ഫ്രഞ്ച്. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് എ കറക്റ്റ്ലി യൂസ്ഡ് ഇഡിയം. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ഇഡിയം യൂസ് ചെയ്തിരിക്കുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഷീ ഹിറ്റ് ദ റൂഫ് വെൻ ഷീ ഹേർഡ് ദ ന്യൂസ്. ഷീ ഹിറ്റ് ദ റൂഫ് വെൻ ഷീ ഹേർഡ് ദി ന്യൂസ് എന്നുള്ളതാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ചൂസ് എ കറക്റ്റ്ലി ജംബിൾഡ് സെൻറ്റൻസ്. തന്നിരിക്കുന്നതിൽ ജംബിൾഡ് സെൻറ്റൻസിൽ കറക്റ്റായിട്ടുള്ള ഏതാണ്? ഇൻ ദ പാർക്ക് ഐ ഓൾവേസ് വോക്ക് ഇൻ ദി ഈവനിങ് എന്നുള്ളതാണ് ശരി ഉത്തരം. അടുത്ത 31 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ആർ എബൌട്ട് എ ജേണൽ. ജേണലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൺലി വൺ. ജേണൽ ഈസ് ദ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി എന്നുള്ളതാണ് ശരി ഉത്തരം. നെക്സ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ് ആസ് സാമ്പിൾ ഈസ് റെക്കോർഡഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ബൈ. ആൻസർ 32 ആൻസർ ബി ആണ്. ഓൺലി 2 ആണ്. ഇവിടെ ഓൺലി 2 എന്ന് പറയുമ്പം ഡെബിറ്റിംഗ് അഡ്വർടൈസിങ് കൗണ്ട് ആൻഡ് ക്രെഡിറ്റിംഗ് പർച്ചേസ് കൗണ്ട് എന്നുള്ളതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി ട്രയൽ ബാലൻസ്. ആൻസർ 33 എന്ന് പറയുന്നത് ഡി ആണ് വരുന്നത്. ഓൺലി 1 ആൻഡ് 3. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് ആണ്? ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് ആൻഡ് ടു അസേർഷൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. ഇതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് റിഗാർഡ് ആസ് എ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് എ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഡീൽ വിത്ത് ഡയറക്റ്റ് എക്സ്പെൻസസ് റവന്യൂ ആൻഡ് ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡീൽ വിത്ത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അടുത്ത, സ്റ്റോക്ക് ഓഫ് അൺഫിനിഷ്ഡ് ഗുഡ് ഡിസ്ട്രോയ്ഡ് ബൈ ഫയർ ഈസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്രെഡിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദ പ്രീപെയ്ഡ് ഇൻഷുറൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ആൻ അക്കൗണ്ടിങ് ഇയർ വിൽ ബി adjusted in the book by. Answer, debiting the insured account and credited in the prepaid insurance account. Next one, which among the following is not a cause of depreciation? Depreciation cause അല്ലാത്തതാണ് മാർക്കറ്റ് ട്രെൻഡ്. അടുത്തത്, ചൂസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോവിങ്. ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രൊവിഷൻസ് ആർ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ജനറലി ക്രിയേറ്റഡ് ഫോർ അമേസിങ് സ്പെസിഫിക്കലി ഇൻ ഫ്യൂച്ചർ. 39, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സീക്രട്ട് റിസർവ് ഈസ് കറക്റ്റ്.
ആൻസർ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. സീക്രട്ട് റിസോഴ്സ് ആർ കൺസിഡർഡ് ദ അൺഎത്തിക്കൽ ആസ് ദേ കൺസീൽ ദ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കമ്പനി. അടുത്തത് ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ് എൻഡോഴ്സ്മെൻറ്റ്. തന്നിരിക്കുന്നതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രോസസ് ഓഫ് സൈനിങ് ഓൺ ദ ബാക്ക് ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർ നെഗോസിയേഷൻ. ഇതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇറ്റ് കണ്ടെയ്ൻ അൺകണ്ടീഷണൽ പ്രോമിസ്. അടുത്തത് an additional piece of paper attached to the negotiable instrument to provide space for endorsement when the original document has insufficient space എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അലോഞ്ച്. അടുത്ത എക്സ്പെൻസ് അസോസിയേറ്റഡ് വിത്ത് പ്രൊക്വയറിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫ്യൂവൽ ടു എ പവർ വെസൽ എഞ്ചിൻ ഡ്യൂറിംഗ് മാരിടൈം ഓപ്പറേഷൻ ഈസ് ഓപ്ഷൻ സി ആണ് ബങ്കർ കോസ്റ്റ്. നെക്സ്റ്റ് വൺ, ചൂസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണക്റ്റഡ് ടു വോയേജ് അക്കൗണ്ട് ഫ്രം ദി ഫോളോവിങ്. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? 44 ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1 ആൻഡ് 3. അപ്പോൾ 1ഉം 3 ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കാം. 1 പ്രിമേജ് ഈസ് ദ അഡീഷണൽ ഫ്രൈറ്റ് കളക്റ്റഡ് ബൈ ഇൻ എ വോയേജ് വിച്ച് ഈസ് ക്രെഡിറ്റഡ് ടു ദി വോയേജ് അക്കൗണ്ട്. അത് വരുന്നുണ്ട്. അടുത്ത 3 വരുന്നത് എന്താണ്? സ്റ്റോർഡിംഗ് ചാർജസ് ആർ റിലേറ്റഡ് ടു ദി ലോഡിംഗ് അൺലോഡിംഗ് കാർഗോ ആൻഡ് ഡെബിറ്റഡ് ടു ദി വോയേജ് അക്കൗണ്ട്. ഇത് രണ്ടും വരുന്നുണ്ട്. അടുത്ത ഇഫ് എ വോയേജ് ഈസ് ഇൻകംപ്ലീറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ ഹൗ ഷുഡ് ദ ഫ്രൈറ്റ് റിലേറ്റഡ് ടു ഇൻകംപ്ലീറ്റ് വോയേജ് ആൻഡ് ട്രീറ്റഡ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡെബിറ്റഡ് ടു ദി വോയേജ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു വോയേജ് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. നെക്സ്റ്റ് വൺ, in a self-balancing ledger system, the total of the purchase ledger adjustment account should match with the total in which ledger? Answer C ആണ്, purchase ledger. Next one, why are self-balancing ledgers useful in large organization? Answer option B ആണ്. They make it easier to detect errors and fraud. Next one, 48ന്റെ ആൻസർ വന്ന ഓപ്ഷൻ സി ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ്? എറേഴ്സ് ഇൻ സെൽഫ് ബാലൻസിങ് ലെഡ്ജർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ക്വിക്ക്ലി. സെപ്പറേറ്റഡ് ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് അതർ മേക്കിംഗ് എറർ ഡിറ്റക്ടർ ഈസിയർ. 49ന്റെ ആൻസർ വന്ന ഓപ്ഷൻ ബി ആണ്. അടുത്തത് 50ാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് treated as long-term investment and is charged as expense to the profit and loss account. Revenue expenditure is treated as long-term investment and is charged as expense in the profit and loss account. അപ്പം ഇവിടെ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ് എന്നതാണ് ശരി ഉത്തരം. അപ്പോൾ ഒന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത പാർട്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.